എല്ലാവർക്കും നമസ്കാരം, സുപ്രഭാതം. ഒരു പേരിൽ എന്തിരിക്കുന്നു എന്ന് ചോദിച്ചത് ആംഗലേയ കവിയായ ഷേക്സ്പിയർ ആയിരുന്നു. പാരാവാരം പോലെ പലതും എഴുതിയ കവിക്ക് തെറ്റുപറ്റാനിടയില്ല. എന്നാലും ചിന്തിച്ചു പോവുകയാണ്, ഇല്ലേ ഒരു പേരിൽ എന്തൊക്കെയോ ഇല്ലേ? ഏതൊരു ഭാഷയും പഠിക്കാൻ തുടങ്ങുമ്പോൾ ആദ്യത്തെ സംഭാഷണം നിൻ്റെ പേരെന്താണ് എന്ന് ചോദിച്ചുകൊണ്ടാണ്. പഴയ ഇംഗ്ലീഷിൽ നാമ എന്നും ഇപ്പോൾ നമ്മൾ നെയിം എന്നും പറയും. ഡച്ച് ഭാഷയിൽ നാം, പേർഷ്യൻ ഭാഷയിൽ നാമൻ, ഗ്രീക്കിൽ ഒനോമ, മലയാളത്തിൽ നാമം, നാമധേയം, ഹിന്ദിയിൽ നാം. നമ്മുടെ ദൈവങ്ങളുടെ പേരുകളെല്ലാം എത്രമാത്രം അർത്ഥസമ്പുഷ്ടമായിരുന്നു. രോഗാർത്ഥവും മുച്യതേ രോഗാത്, ബന്ധോന്മുച്യേത ബന്ധന, ഭയാൻമുച്യേത ഭീതസ്തു, മുച്യേതാപന്ന ആപദ തുടങ്ങിയ ഫലങ്ങൾ ഭക്തന്മാർക്ക് പ്രദാനം ചെയ്യുന്ന മഹാവിഷ്ണുവിൻ്റെ പര്യായ പദങ്ങൾ മാത്രം മതിയല്ലോ ഇന്ത്യ മഹാരാജ്യത്തെ പൗരന്മാർക്കിടാൻ. സൗമ്യമായി ഉച്ചരിക്കാൻ പറ്റിയ ദാമോദരൻ തുടങ്ങിയ പേരുകൾ ഓർത്തു വെക്കാം. ആത്മസുഹൃത്തായ അർജുനനും ഉണ്ടായിരുന്നുവല്ലോ കുറേ പേരുകൾ. വിജയൻ തുടങ്ങിയ നാമങ്ങൾ ഉരുവിട്ടാൽ ഭയം മാറിക്കിട്ടും, ദുസ്വപ്നങ്ങൾ കാണില്ല. പുരാണങ്ങളിലെ കഥാപാത്രങ്ങളുടെ പേരുകളും ശ്രദ്ധിക്കാം. രാമായണത്തിലെ ദശരഥൻ, സുമന്ത്രർ, വിശ്വാമിത്രൻ, സുഗ്രീവൻ തുടങ്ങിയവർ. ദശരഥ പുത്രന്മാരുടെ പേരുകൾ: ശ്യാമള നിറം കൊണ്ട കോമളകുമാരന് ശ്രീരാമൻ, ജാതകപ്രകാരം ഭരണനിപുണൻ ആകും എന്ന് കണ്ടതുകൊണ്ട് ഭരതൻ, ലക്ഷണാന്വിതനായതുകൊണ്ട് ലക്ഷ്മണൻ, ഭാവിയിൽ ശത്രുബന്ധത്തെ ഹനിക്കും എന്നതുകൊണ്ട് ശത്രുഘ്നൻ. ജനക മഹാരാജാവിന് ഉഴവുചാലിൽ നിന്ന് കിട്ടിയ പെൺകുട്ടിക്ക് അതേ അർത്ഥം വരുന്ന സീത എന്നാണ് പേരിട്ടത്. ഈശ്വരൻ്റെ പര്യായപദങ്ങൾ മക്കൾക്കിട്ടാൽ വേറെയും കുറേ ഗുണങ്ങളുണ്ട്. അബദ്ധസഞ്ചാരിയായ അജാമിളൻ കാലദൂതന്മാർ ആഗതരായപ്പോൾ നാരായണ എന്നു പേരുള്ള തൻ്റെ പുത്രനെ വിളിച്ചു എന്നും വിഷ്ണുദൂതന്മാർ അജാമിളൻ്റെ രക്ഷയ്ക്കെത്തിയെന്നും കഥ. അറിഞ്ഞോ അറിയാതെയോ അടുപ്പിലിട്ടാൽ വിറക് കത്തും. അറിയാതെയാണെങ്കിലും ഔഷധം കഴിച്ചാൽ രോഗശമനം ഫലം. ഒരു വ്യക്തിയെ മറ്റൊരു വ്യക്തിയിൽ നിന്ന് വേറിട്ട് നിർത്താനാണല്ലോ പേര്. നമ്മുടെ സംസ്കാരത്തിൻ്റെ, ചരിത്രത്തിൻ്റെ, വ്യക്തിപ്രഭാവത്തിൻ്റെ ശക്തമായ അടയാളമാണ് പേരുകൾ. മലയാള ഭാഷയിൽ വിളിക്കാൻ സുഖമുള്ളതും ഇല്ലാത്തതുമായ നൂറ്റിക്കണക്കിന് പേരുകൾ പുതുതായി ആവിർഭവിച്ചു കൊണ്ടിരിക്കുകയാണ്. അച്ഛൻ്റെയും അമ്മയുടെയും പേര് ചേർത്തുണ്ടാക്കുന്ന പേരുകൾ പലപ്പോഴും അർത്ഥമില്ലാത്തതായിരിക്കും. കുറച്ചു മലയാളികൾ കൂടി നിൽക്കുമ്പോൾ കുട്ട എന്നോ ഉണ്ണി എന്നോ ബാബു എന്നോ വിളിച്ചാൽ തിരിഞ്ഞു നോക്കാൻ ഒരാളെങ്കിലും ഉണ്ടാവും. പിന്നെ അച്ഛനമ്മമാരിട്ട പേരിന് പകരം കുറ്റപ്പേരിൽ മാത്രം ജീവിച്ചു മരിക്കുന്നവരുണ്ട്. എഴുത്തുകാർ സ്ഥലപ്പേരിൽ അറിയാൻ ആഗ്രഹിക്കുന്നു. തകഴി, കാരൂർ തുടങ്ങും. തിരുവിതാംകൂറിലെ രാജാക്കന്മാർ ജനിച്ച നക്ഷത്രത്തിൻ്റെ പേരിലായിരുന്നു അറിയപ്പെട്ടിരുന്നത്. സ്വാതി തിരുനാൾ, അശ്വതി തിരുനാൾ, ശ്രീമൂലം തിരുനാൾ എന്നിങ്ങനെ. ചില പേരുകൾ ഭാഗ്യം കൊണ്ടുവരുന്നു എന്ന് വിശ്വസിക്കപ്പെടുന്നുണ്ട്. ശ്രീനാരായണ ഗുരു ജാതിഭേദം, മതദ്വേഷം ഇല്ലാതെ സർവരും സോദരത്വേന വാഴാൻ ഉദ്ബോധിപ്പിച്ചിട്ടുണ്ടെങ്കിലും ഇന്നും നമ്മുടെ നാട്ടിൽ പലരും പേര് ചോദിക്കുന്നത് ജാതി അറിയാൻ വേണ്ടിയാണ്. പേരിൻ്റെ കൂടെ വാളുണ്ടോ എന്നറിയാൻ. സമൂഹത്തിൽ പാർശ്വവൽക്കരിക്കപ്പെട്ടവർക്കിടാൻ മാത്രമായി കുറേ പേരുകളുണ്ട്. അവർക്ക് ഉന്നത കുലജാതരുടെ പേരുകൾ ഇടാൻ പാടില്ല. ഇട്ടാൽ അതുതന്നെ മറ്റൊരു പരിഹാസ കാരണമായി തീരും. അഭിനേതാക്കൾ മലയാള സിനിമാ രംഗത്തെത്തുമ്പോൾ അവർക്ക് ഐശ്വര്യമുള്ള പേര് കൊടുത്തത് തിക്കുറിശ്ശി സുകുമാരൻ നായരായിരുന്നു എന്ന് കേട്ടിട്ടുണ്ട്. പേരുപുരാണം കുറച്ച് നീണ്ടുപോയി. മനുഷ്യരുടെ പേരുകളുടെ കാര്യം അവിടെ നിൽക്കട്ടെ. 2 സിംഹങ്ങളുടെ പേരുകളാണ് ഇപ്പോൾ ചർച്ചാ വിഷയം. 7 വയസ്സുള്ള ആൺസിംഹം അക്ബറും 5 വയസ്സുള്ള പെൺസിംഹം സീതയും പശ്ചിമ ബംഗാളിലെ സിലിഗുരി പാർക്കിലെ അന്തേവാസികളാണ്. ഇന്ത്യയെപ്പോലുള്ള ഒരു മതേതര രാഷ്ട്രത്തിൽ ഹിന്ദു പേരുള്ള സിംഹിയും മഹാൻ എന്ന പട്ടം കൂടെയുണ്ടെങ്കിലും മുസ്ലിം പേരുള്ള ഒരു സിംഹവും ഒന്നിച്ചു കഴിഞ്ഞാൽ
തലമുറകൾക്കപ്പുറത്തേക്ക് സംഭവിക്കാൻ പോകുന്ന ഭവിഷ്യത്തുക്കളെ മുൻകൂട്ടി കണ്ട് വിശ്വ ഹിന്ദു പരിഷത്ത് കൽക്കത്ത ഹൈക്കോടതിയെ സമീപിച്ചിരുന്നു. ചരിത്രത്തിൽ ആദ്യമായിട്ടായിരിക്കാം സിംഹങ്ങളുടെ പേരിട്ട കാരണത്തിന് ഒരു ഫോറസ്റ്റ് പ്രിൻസിപ്പൽ ചീഫ് കൺസർവേറ്ററെ സസ്പെൻഡ് ചെയ്യുന്നത്. വിശ്വ ഹിന്ദു പരിഷത്ത് ഭാവന ചെയ്തതിലും എത്രയോ അപ്പുറമാണ് ഭാരത സ്ത്രീകളുടെ ഭാവശുദ്ധി. ഇന്ന് രാവിലെ കണ്ട ഒരു ഫേസ്ബുക്ക് പോസ്റ്റ് ചെയ്ത് സീതയും അക്ബറും ചേർന്ന്. പശ്ചിമ ബംഗാളിലെ സിലിഗുഡി സഫാരി ഉദ്യാനത്തിലെ അക്ബർ എന്നറിയപ്പെട്ടിരുന്ന അൺസിംഹമാണ് ഞാൻ. എൻ്റെ പേര് സൂരജ് എന്നാക്കിയിരിക്കുന്നു. മേൽപ്പറഞ്ഞ ഉദ്യാനത്തിലെ താമസക്കാരിയായ ഞാൻ സീതയ്ക്ക് പകരം തനയ എന്ന പേര് സ്വീകരിച്ചിരിക്കുന്നു. സൗകര്യപ്പെടുമെങ്കിൽ ഒരു ലൈക്ക് അടിക്കണേ. ഹിന്ദുവും മുസൽമാനും ക്രിസ്ത്യാനിയും മതമുള്ളവനും ഇല്ലാത്തവനും സ്വാതന്ത്ര്യത്തോടെ സന്തോഷത്തോടെ പുലരാൻ കഴിയുന്ന ഒരു രാഷ്ട്രമായി ഭാരതം മാറട്ടെ എന്ന് ആശംസിക്കാം. അങ്ങനെ സംഭവിക്കുമെന്ന് പ്രത്യാശിക്കാം. ഒരു പേരിലെന്തിരിക്കുന്നു? എന്ത് പേരിട്ട് വിളിച്ചാലും റോസാപ്പൂവിൻ്റെ പരിമളം മറച്ചു പിടിക്കാൻ കഴിയുമോ?